സമാധാന രാജാവായ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, ഈശോയുടെ മഹത്വപൂർണമായ ഉത്ഥാനത്തിന് ശേഷമുള്ള അവിടുത്തെ പ്രത്യക്ഷപ്പെടലുകളാണ് നാം കഴിഞ്ഞ ആഴ്ച മുതൽ പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. എമ്മാവൂസ് അനുഭവം അതുതന്നെയാണ് നമ്മെ പഠിപ്പിച്ചതും. അന്ന് ഈശോയുടെ 12 സ്ലീഹന്മാരിൽ പെടാത്ത ക്ലയോപ്പാസിനും വേറൊരു ശിഷ്യനുമാണ് ഈശോ പ്രത്യക്ഷപ്പെട്ടതായി നാം പഠിച്ചത്. ഇന്നേ ദിവസം ഈശോയുടെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാർക്ക് ഈശോ നൽകിയ പ്രത്യക്ഷപ്പെടലുകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഭാരതത്തിന്റെ അപ്പസ്തോലനും നമ്മുടെ വിശ്വാസത്തിന്റെ തലപ്പെട്ട പിതാവുമായ വിശുദ്ധ തോമാസ് ലീഹായുടെ അതിശക്തമായ വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. ആ ഉത്ഥാന ദിവസത്തിന്റെ രാത്രിയിലേക്ക് നമുക്ക് വീണ്ടും സഞ്ചരിക്കാം. യഹൂദരെ ഭയന്ന് ശിഷ്യന്മാരെല്ലാവരും തോമാസ് ലീഹ ഒഴികെ ഒരു മുറിയിൽ കതകടച്ച് പേടിച്ചുറച്ചിരിക്കുക. തങ്ങളുടെ ഗുരുനാഥനും എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു, അവിടുന്ന് മരിച്ചുപോയി, ഇനി നമ്മുടെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ എന്ന് വ്യാകുലപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിലേക്ക് ഒരു വലിയ പ്രകാശം സന്തോഷിച്ച് വളരെ ആഹ്ലാദത്തോടെ ശിഷ്യന്മാരെല്ലാം വളരെ ആനന്ദ നൃത്തമാടി. പുറത്തുപോയ തോമസ് തിരികെ വന്നപ്പോൾ മറ്റ് സ്ലീഹൻ തങ്ങളുടെ സുഹൃത്തുക്കളെല്ലാവരും ആഹ്ലാദിക്കുന്നത് കണ്ട് അദ്ദേഹം അമ്പരന്നു പോയി. എന്തൊരു മറിമായം! ഞാൻ പുറത്തേക്ക് പോയപ്പോൾ ഇവരെല്ലാം വളരെ പേടിച്ചും ദുഃഖിതരുമായി ഇരിക്കുകയായിരുന്നു. എന്തോ മാറ്റം സംഭവിച്ചല്ലോ. അദ്ദേഹം അമ്പരന്ന് നിൽക്കുമ്പോൾ മറ്റ് സ്ലീഹന്മാർ വന്ന് തോമായോട് പറഞ്ഞു, തോമസേ, ഞാൻ കർത്താവിനെ കണ്ടു, അവിടുന്ന് ജീവിക്കുന്നു, അവിടുത്തെ പാർശ്വവും കരങ്ങളും ഞങ്ങളെ കാണിച്ചു, നമുക്കും അവനോട് കൂടി പോയി മരിക്കാമെന്ന് പ്രഘോഷിച്ചവനാ ഞാൻ. എൻ്റെ അടുത്ത് അവൻ വരും, അവൻ്റെ വിലാപ്പുറത്ത് എൻ്റെ വിരൽ വെക്കുകയും അവൻ്റെ കരങ്ങളിലെ ആണിപ്പഴുതുകൾ ഞാൻ കണ്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. കർത്താവെ, എൻ്റെ അടുത്തേക്ക് നീ ഒന്ന് വരണമേ. എന്നാലും നീ ഞാൻ ഇല്ലാതിരുന്നപ്പോഴാണല്ലോ പ്രത്യക്ഷപ്പെട്ടത്. എൻ്റെ ദുഃഖവും വേദനയും അങ്ങൊന്ന് മനസ്സിലാക്കണമേ. തോമാസ് ലീഹായുടെ ഈശോയുള്ള സ്നേഹത്തിൻ്റെ ആഴമാണ് നമ്മളിവിടെ കണ്ടുവരുന്നത്. വീണ്ടും 3 ദിവസങ്ങൾക്ക് ശേഷം തോമാസ് ലീഹായും എല്ലാ ശിഷ്യന്മാരും ഒന്നിച്ചിരിക്കെ ഈശോ അവരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടു. അവർക്ക് ആശംസിച്ചു, നിങ്ങൾക്ക് സമാധാനം. ഇത് ഒരു വലിയ വിശ്വാസ പ്രഘോഷണത്തിന്റെ പ്രഖ്യാപനത്തിന്റെ നിമിഷങ്ങളാണ്. തോമാസ് ലീഹ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാൻ കർത്താവ് ആഹ്വാനം ചെയ്തു തോമാസ് ലീഹായോട്. തോമാസ് ലീഹ ആ സ്നേഹത്തിൽ, ഗുരുനാഥന് തന്നോടുള്ള ആ ഇഷ്ടത്തിൽ അത്യധികം ഭയചകിതനായെങ്കിലും ആ വിശ്വാസത്തിൽ അടിയുറച്ച് വളരുവാൻ സഹായിച്ചു. ദൈവിക വെളിപ്പെടുത്തലിനുള്ള പ്രത്യുത്തരമാണ് വിശ്വാസം. തോമാസ് ലീഹയിൽ അത് നന്നായി നിഴലിക്കുന്നു. ഈശോ തോമാസ് ലീഹയും മറ്റു ശിഷ്യന്മാരെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉത്തിതനായ രാത്രി തന്നെ, ആ രാത്രിയിൽ തന്നെ ആദ്യം ശിഷ്യന്മാരെ തന്നെ തേടി മറ്റുള്ളവർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഈശോ മഗ്ദലന മറിയത്തിനും മറ്റു സ്ലീഹന്മാർക്കും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഈ സ്ലീഹന്മാരെ മാത്രം കാണുവാനായി അവർ കതകടച്ചിരുന്ന സമയത്ത് കഥകളെല്ലാം അടച്ചു, മറ്റു ലോകമായിട്ട് ബന്ധമൊന്നുമില്ല. എല്ലാം നഷ്ടപ്പെട്ട് തകർന്നിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്കാണ്, അവരെ തേടിയാണ് ഈശോ ചെല്ലുന്നത്. അടച്ചിരുന്ന കതക് തുറക്കാതെ തന്നെ യേശുനാഥൻ അവരുടെ മുമ്പിലേക്ക് പ്രത്യക്ഷനാവുകയാണ്. ഈശോയ്ക്ക് നമ്മുടെ ദുഃഖങ്ങളുടെ കതകുകൾ, നമ്മുടെ വേദനയുടെ കതകുകൾ, നമ്മുടെ ബുദ്ധിമുട്ടിൻ്റെ പ്രയാസത്തിൻ്റെ കതകുകൾ തകർത്ത് തരിപ്പണമാക്കാൻ, അവയൊന്നും പരിഗണിക്കാതെ നമ്മെ തേടിയെത്താൻ ഈശോയ്ക്ക് ഇപ്പോഴും സാധിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. പ്രിയപ്പെട്ട കുട്ടികളെ, പത്രോസ് ലീഹായും മറ്റ് ശിഷ്യന്മാരും ഒക്കെ ലാസറിനെ ഉയർപ്പിക്കാൻ ഈശോ പുറപ്പെട്ട സമയത്ത് ഈശോയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ അങ്ങോട്ട് പോകണ്ട, നിനക്ക് ആപത്ത് സംഭവിക്കും. പക്ഷെ ആ സമയത്താണ് തോമാസ് ലീഹ തൻ്റെ ധീരത വ്യക്തമാക്കുന്നത്. നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം. നമ്മൾ ഇന്നും ജൂലൈ 3 തോമാസ് ലീഹയുടെ തിരുനാൾ, ദുഃഖാന തിരുനാൾ ആചരിക്കുന്നുണ്ട്, മരണ തിരുനാൾ ആഘോഷിക്കുന്നു. നമ്മളെല്ലാം വിശ്വാസത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് നമ്മുടെ തോമാസ് ലീഹയാണ്. ഭാരതത്തിന്റെ അപ്പസ്തോലൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുക. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ നമ്മളെ അറിയിച്ച സുവിശേഷം 20-ാമത്തെ അധ്യായത്തിലൂടെയാണ്. അതിലെ 2 വചനങ്ങൾ നിങ്ങൾ അടിവരയിട്ട് സൂക്ഷിച്ചു വെക്കണം, ജീവിതത്തിൽ ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കണം. യോഹന്നാൻ അറിയിച്ച സുവിശേഷം അധ്യായം 20, 19-ാമത്തെ തിരുവചനം. അതിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് സമാധാനം. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മറ്റൊന്നിൻ്റെ പുറകെ പോകാതെ ഗുരുനാഥനായ, നമ്മുടെ പ്രാണനാഥനായ ഈശോയുടെ ഈ തിരുവചനം നമുക്ക് ഒത്തിരി ആശ്വാസം നൽകും. ജീവിതത്തിലെ പ്രത്യാശയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അടുത്ത വചനമാണ് 20-ാം അധ്യായം 28-ാമത്തെ വാക്യം. അതൊരു നിലവിളിയാണ്, ഒരു വിശ്വാസ പ്രഘോഷണമാണ്. നമ്മുടെ തോമാസ് ലീഹ നമുക്ക് പകർന്നു തന്നേക്കുന്നതാണ്. എൻ്റെ കർത്താവെ,
എൻ്റെ ദൈവമേ. നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിച്ചു വയ്ക്കാം. ഉത്തിതനായ ഈശോ ഇന്നും നമ്മോടൊപ്പം ജീവിക്കുന്നു. അവൻ വചനത്തിലുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നമുക്ക് വിശ്വാസം പകർന്നു നൽകിയ ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ തോമാസ് ലീഹയുടെ പ്രഖ്യാപനം നമ്മുടെ മനസ്സിൽ എന്നും നിലനിൽക്കട്ടെ. പാഠഭാഗം ഇവിടെ തീരുകയാണ്. നമുക്ക് ഇനി ചെയ്യാനുള്ള ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ, പാഠഭാഗത്തിന് അവസാനം കൊടുത്തിരിക്കുന്ന 3 ക്വസ്റ്റ്യനുകളുടെ ആൻസറുകൾ, ആദ്യത്തെ 3 എണ്ണം നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ച് ടീച്ചേഴ്സിന് ഇന്ന് തന്നെ എഴുതി അയച്ചു കൊടുക്കുക. സമാധാന രാജാവായ ഈശോ നമ്മയും നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സമാധാന രാജാവിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ.